വെറും 48 മണിക്കൂർ, അതെ, കൃത്യം 2 ദിവസം തികയും മുൻപ് ഇന്ത്യയിൽ റിലീസ് ചെയ്ത ഒരു സിനിമ ഭരണകൂടം ഇടപെട്ട് അപ്രത്യക്ഷമാക്കുന്നു. OTTയിൽ കയറി തിരയുന്നവർക്ക് മുന്നിൽ കാണിക്കുന്നത് ഒരൊറ്റ സന്ദേശമാണ്: നിങ്ങളുടെ പ്രദേശത്ത് ഈ ഉള്ളടക്കം ലഭ്യമല്ല. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് വീമ്പ് പറയുമ്പോഴാണ് ഇവിടെ ഒരു സിനിമയുടെ അൺകട്ട് വെർഷൻ ജനങ്ങൾ കാണുന്നതിനെ നമ്മുടെ ഭരണകൂടം ഇത്രയധികം ഭയപ്പെടുന്നത്. ഗായകനും നടനുമായ ദിൽജിത്ത് ദോസഞ്ച് നായകനായ ഹണി ട്രഹാൻ സംവിധാനം ചെയ്ത പുതിയ ബയോപിക് ചിത്രം സത്ലജ് ഒടുവിൽ ZEE5 OTT പ്ലാറ്റ്ഫോമിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒളിച്ചു കടത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സിനിമ ഭരണകൂടത്തെ ഇത്രയേറെ പൊള്ളിക്കാൻ കാരണം? എന്താണ് ഇതിനു പിന്നിലെ നിയമപരമായ അടിച്ചമർത്തലുകൾ? നോക്കാം. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2022 സിനിമ പൂർത്തിയായപ്പോൾ ഇതിനിട്ട പേര് ഗലൂഗര എന്നായിരുന്നു. കൂട്ടക്കൊലകളെയും വംശഹത്യകളെയും സൂചിപ്പിക്കാൻ സിക്കുകാർ ഉപയോഗിക്കുന്ന വാക്കാണിത്. ആ പേര് കേട്ടപ്പോഴേ നമ്മുടെ സെൻസർ ബോർഡിന്റെ നെഞ്ചിരിപ്പ് കൂടി. അവർ പറഞ്ഞു ആ പേര് പറ്റില്ല, പോരാത്തതിന് 21 കട്ടുകളും നിർദ്ദേശിച്ചു. സിനിമയുടെ നിർമ്മാതാക്കൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പേര് മാറ്റി പഞ്ചാബ് 95 എന്നാക്കി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി കേസ് വിട്ടത് സെൻസർ ബോർഡിന്റെ റിവേഴ്സിംഗ് കമ്മിറ്റിക്കാണ്. അവിടെ വെച്ച് കത്രികയുടെ മൂർച്ച വീണ്ടും കൂടി. 21 കട്ടുകൾ ചോദിച്ച സ്ഥാനത്ത് അവർ ആവശ്യപ്പെട്ടത് 127 കട്ടുകൾ. ചിത്രത്തിലെ നായകനായ ജസ്വന്ത് സിംഗ് കൽറയുടെ യഥാർത്ഥ പേര് പോലും സിനിമയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു അവരുടെ ആവശ്യം. 4 വർഷത്തോളം സിനിമ പെട്ടിയിൽ കിടന്നു. ഒടുവിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ അണിയറ പ്രവർത്തകർ ഒരു നിയമപരമായ വഴി കണ്ടെത്തി. ഇന്ത്യയിലെ 1982 സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം OTT പ്ലാറ്റ്ഫോമുകൾക്ക് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അങ്ങനെയാണ് യാതൊരുവിധ കട്ടുകളും വരുത്താതെ സിനിമയുടെ പേര് സത്ലജ് എന്ന് മാറ്റി OTTയിൽ റിലീസ് ചെയ്തത്. പക്ഷേ അപ്പോഴും പുതിയ IT ചട്ടങ്ങളുടെ അടിച്ചമർത്തൽ നിയമമായ സെക്ഷൻ 69A ഉപയോഗിച്ച് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ഒറ്റയടിക്ക് സിനിമയെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. ക്രമസമാധാന പ്രശ്നവും ദേശവിരുദ്ധ ശക്തികൾക്ക് ഇത് ആയുധമാകുമെന്നുമുള്ള പതിവ് ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ ക്രൂരമായ സെൻസർഷിപ്പ്. എന്തിനാണ് ഈ കഥ ജനങ്ങൾ അറിയരുതെന്ന് ഭരണകൂടം ഇത്രയധികം ആഗ്രഹിക്കുന്നത്? ആരായിരുന്നു ജസ്വന്ത് സിംഗ് കൽറ? അദ്ദേഹം ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. യാതൊരുവിധ രാഷ്ട്രീയവുമില്ലാത്ത ഒരു മനുഷ്യൻ. 90കളുടെ തുടക്കത്തിൽ തൻ്റെ സഹപ്രവർത്തകനെ പോലീസ് കൊണ്ടുപോയി കാണാതാക്കിയതോടെയാണ് കൽറ അന്വേഷണം തുടങ്ങുന്നത്. ആ അന്വേഷണം ചെന്നെത്തിയത് സമാനതകളില്ലാത്ത ഭരണകൂട ഭീകരതയുടെ ആഴങ്ങളിലേക്കാണ്. അമൃത്സർ ജില്ലയിൽ മാത്രം 2097 സിഖ് യുവാക്കളെ പോലീസ് നിയമവിരുദ്ധമായി തട്ടിക്കൊണ്ടുപോയി വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ കൊന്നുതള്ളിയിരുന്നു. ചില മൃതദേഹങ്ങൾ സത്ലജ് നദിയുടെ ആഴങ്ങളിലേക്ക് കല്ലുകെട്ടി താഴ്ത്തി. ബാക്കിയുള്ളവരെ അജ്ഞാത മൃതദേഹങ്ങളായി പൊതുശ്മശാനങ്ങളിൽ ദഹിപ്പിച്ചു. ഇതിന് കൽറക്ക് തെളിവായി ലഭിച്ചത് എന്താണെന്നോ? ഈ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ദഹിപ്പിക്കാൻ അവിടുത്തെ മുനിസിപ്പാലിറ്റി വാങ്ങിക്കൂട്ടിയ വിറകിന്റെ കണക്കുകൾ. ഓഡിറ്റിംഗ് ഭയന്ന് മുനിസിപ്പൽ ജീവനക്കാർ രഹസ്യമായി സൂക്ഷിച്ച ലോഗ് ബുക്കുകളിൽ ഓരോ മൃതദേഹങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളും അവയിൽ വൂണ്ടുകൾ അഥവാ മുറിവുകളെക്കുറിച്ചും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാബിൽ മാത്രം ഇത്തരത്തിൽ 25,000-ഓളം കാണാതാകലുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ലോകമെമ്പാടും ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. 1995 കാനഡയിൽ വെച്ച് നടത്തിയ തൻ്റെ അവസാന പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പഞ്ചാബിൽ കനത്ത ഇരുട്ടാണ്. ഞാൻ അവിടെ ചെറിയൊരു വിളക്ക് കത്തിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ അപകടം എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞത് 100% ശരിയായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തി ആഴ്ചകൾക്കകം 1995 സെപ്റ്റംബർ 5 സ്വന്തം വീടിന് മുന്നിൽ കാർ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബ് പോലീസ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ CBI കേസ് അന്വേഷിക്കുകയും കുറ്റക്കാരായ പോലീസുകാർക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഈ 2097 കൊലപാതകങ്ങൾ സത്യമാണെന്ന് കോടതിയിൽ CBI തന്നെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. അതായത് കോടതിയും CBIയും അംഗീകരിച്ചൊരു യഥാർത്ഥ സത്യമാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ ഇത് പഞ്ചാബിലെ മാത്രം കഥയല്ല. ഭരണകൂടങ്ങൾ സ്വന്തം ജനതയ്ക്ക് നേരെ പ്രയോഗിക്കുന്ന ഇതേ കൊടിയ ക്രൂരത തന്നെയാണ് 90കളിൽ കാശ്മീരിലും നടന്നത്. കാശ്മീരിലെ APDP എന്ന സംഘടനയുടെ കണക്കുപ്രകാരം 10,000-ഓളം ചെറുപ്പക്കാരാണ് സൈന്യമോ പോലീസോ കൊണ്ടുപോയിട്ട് ഇന്ന് വരെ വിവരമില്ലാതെ കിടക്കുന്നത്. അവിടെയാണ് ഹാഫ് വിഡോസ് അഥവാ പകുതി വിധവർ എന്ന ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. തങ്ങളുടെ ഭർത്താവ് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാത്തത് കൊണ്ട് അവർക്ക് മരണം സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. സ്വത്ത് കൈമാറ്റം ചെയ്യാനോ പുനർവിവാഹത്തിനോ അവർക്ക് സാധിക്കില്ല. ഇങ്ങനെയുള്ള 10,000-ഓളം സ്ത്രീകളാണ് കാശ്മീരിൽ ജീവച്ഛവമായി കഴിയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ ചിന്തിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് ചരിത്രം പറയുന്ന സിനിമകൾക്ക് മുന്നിൽ ഭരണകൂടം സെൻസർഷിപ്പ് എന്ന വൻമതിൽ പണിയുന്നത്. ഇവിടെ സിനിമ മാത്രമല്ല,
വിമർശിക്കുന്ന ഓരോ ശബ്ദത്തെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഭയന്ന് പിൻവലിക്കുകയാണ് സർക്കാർ. കടുത്ത മോദി വിമർശകനായ പ്രൊഫസർ അശോക് സൈൻ്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ കാണണമെങ്കിൽ ഇന്ന് VPN ഉപയോഗിക്കണം. ഇന്ത്യയിലെ ഹേറ്റ് ക്രൈംസ് റെക്കോർഡ് ചെയ്യുന്ന ഹിന്ദുത്വ വാച്ച് എന്ന പേജ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മീഡിയ വൺ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായത് നമ്മൾ കണ്ടതാണ്. സർക്കാർ വിചാരിച്ചാൽ ഇന്ത്യയിലെ ഏത് ഡിജിറ്റൽ ഉള്ളടക്കവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാമെന്ന അവസ്ഥയാണ് ഇന്ന്. നെറ്റ്ഫ്ലിക്സ് ആവട്ടെ, ആമസോൺ ആവട്ടെ, Zee5 ആവട്ടെ, ആരും ഭരണകൂടത്തോട് ഏറ്റുമുട്ടാൻ പോകില്ല. കാരണം അവർക്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് രൂപയുടെ മാർക്കറ്റ് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അധികാരികൾ ഒന്നു മാത്രം ഓർക്കുന്നില്ല, സിനിമയോ നിരോധിക്കാം, എന്നാൽ അവർക്കൊരിക്കലും ചരിത്രത്തെ സെൻസർ ചെയ്യാൻ കഴിയില്ല. ദിൽജിത്ത് ദോസഞ്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരിക്കൽ എന്തെങ്കിലും ഓൺലൈനിൽ എത്തിയാൽ അത് പിന്നീട് ഒരിക്കലും ഇല്ലാതാകില്ല. സത്ലജ് OTT പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് സിനിമ നിരോധിച്ചപ്പോൾ ജസ്വന്ത് സിംഗ് കൽറയെ കുറിച്ച് ഇന്ന് തിരയുന്നത്, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന വിരലുകൾ നിങ്ങൾക്ക് അറുത്തു മാറ്റാൻ കഴിഞ്ഞേക്കും, പക്ഷേ ആ വിരലുകൾ ചൂണ്ടിയ സത്യങ്ങളെ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാൻ കഴിയില്ല. സത്ലജ് കേവലം ഒരു സിനിമയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചോര കൊണ്ടെഴുതപ്പെട്ട ഭീതി നിറഞ്ഞ ഭരണകൂട ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ.